നോർമലാണോ പഠിച്ചേ? എന്നാൽ ജയിച്ചു. പക്ഷെ പഠിക്കണം. ഇത്തവണ വിജയിച്ച കുട്ടികളുടെ അഭിപ്രായം കേട്ടു നോക്കാം. എക്സ്പീരിയൻസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു മിസ്മാരെല്ലാം. പിന്നെ ഭയങ്കര ഓളായിരുന്നു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ജോഷി ഭയങ്കര ക്ലാസ് എടുക്കുമ്പോൾ തിരിച്ച് കളിച്ച് ഇങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ് തരുന്നത്. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നവർ നോക്കിയപ്പോൾ ചോദിച്ചു നോക്കാം, അന്വേഷിച്ച് നോക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അന്വേഷിച്ചതാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാനും സൗകര്യം കുഴപ്പമില്ലാതെ തന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ അഡ്മിഷൻ എടുത്തത്. പക്ഷെ അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് ട്രയലിൽ തന്നെ 7.5 ബാൻഡ് സ്കോർ എന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും നിവർത്തി. അതുപോലെ ടീച്ചർമാരൊക്കെ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നുണ്ട്. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതിലൂടെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ഇപ്പോൾ ഓവറോൾ 7 കിട്ടിയാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്ര ഒരു സ്കോർ കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് ഇവിടെ കിട്ടിയ പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഇവിടെ വന്ന് പ്രത്യേകിച്ച് ആർഗ്യുമെന്റിന്റെ അടുത്ത് പോയി കഴിയുമ്പോൾ മിസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട്. സോ ഞാൻ വിചാരിക്കുന്ന ടീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എനിക്ക് സ്പീക്കിംഗ് ഒന്നും കിട്ടില്ലായിരുന്നു. പിന്നെ ലിസണിങ് മര്യാദ ചെയ്യിപ്പിക്കില്ലായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് സ്പീക്കിംഗ് കൊടുക്കില്ലായിരുന്നു. ഞാൻ ചെല്ലാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പോകാറില്ല. അത് ചേട്ടൻ പറഞ്ഞു നീ ഇങ്ങോട്ട് പറയുന്ന പറഞ്ഞു. അപ്പൊ എന്റെ കസിനാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് പോകുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സിനോട് താങ്ക് യു. കാരണം എല്ലാ വിജയത്തിനും പുറകിൽ ഒരാളുണ്ടാവും എന്ന് പറഞ്ഞാലാണ് എൻ്റെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടൊക്കെ തന്നു. ഫസ്റ്റ് റൈറ്റിങ്ങിൽ തന്നെ കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നത് നല്ല ഡൗട്ടായിരുന്നു. ഇപ്പൊ ഞാനും ഫസ്റ്റ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പോയത്. അവിടെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ തൊഴിലിക്കാൻ തുടങ്ങുമായിരുന്നു. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. അപ്പൊ ഇവിടെ അടുത്ത് കാർബൺ എന്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചായിരുന്നു. അവിടെയാണ് എന്നോട് പറഞ്ഞ കാർബൺ നല്ലതാണ്, അവിടെ പോയി നോക്കി. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞ് ഫസ്റ്റ് ഇവിടെ വന്ന് ഞങ്ങള് ഫോം എഴുതിക്കൊണ്ടിരുന്നപ്പോ ഫാദർ വന്ന് ഞങ്ങളോട് മിണ്ടി ഞങ്ങളവിടെ സോഫയിൽ കിടക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ചേരുന്നത് അങ്ങനെയാണ് ചേർന്നത്. ഇവിടെ ആദ്യം ഞങ്ങൾ രണ്ടുപേരും ലൈഫ് പഠിക്കാനായിട്ട് വേറൊരു സെന്ററിലായിരുന്നു പോയത്. ഇങ്ങനെ ഞാൻ മീനുവിന്റെ എനിക്ക് ഇവിടെ വന്നിട്ട് റീഡിങ് ഭയങ്കര പാടായിരുന്നു. ഞാനിപ്പോഴും 5.5 ആയിരുന്നു റീഡിങ്ങിൽ വായിക്കൊണ്ടിരുന്നത്. പിന്നെ സ്റ്റേ ബാക്ക് പീരീഡ് ഒക്കെ ആർമിനിസ്റ്റ് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നാണ് റീഡിങ് ഇമ്പ്രൂവ് ആക്കി. ഒരു എൻകറേജ്മെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് അതിനെ എഫക്ട് ചെയ്തു. കാരണം എന്റെ മനസ്സിൽ ഞാൻ അത്ര നന്നായിട്ടല്ല പറയുന്നതെന്ന് ഒരു ഫീലായിരുന്നു. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്ക് കുഞ്ഞി ഭാവിയുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ഇവിടെ വന്ന് പഠിക്കുന്നതേ ഉള്ളൂ. വീട്ടിൽ ചെന്നിട്ടുള്ള പഠനമൊന്നും എനിക്കില്ല. ഇവിടെ നിന്ന് കിട്ടിയ ആ ടൈമിലാണ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇവിടെ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വേറൊരു സെന്ററിൽ വെച്ച് അവിടെ നിന്ന് വന്നത് വെച്ച് ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഞാൻ 101% മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് ഇന്ററാക്ഷൻസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ ആദ്യം സ്പീക്കിംഗ് പിന്നെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് രീതിയാണ് അത് വളരെ പ്രശ്നം. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആയിരുന്നു. റീഡിങ് ലിസ്ണിംഗ് ഒക്കെ ഇവിടെ പിന്നെ ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്തതാണ്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ പഠിക്കാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഇവിടെ നിന്ന് മാത്രമാണ് എൻ്റെ നോക്കിയത്. റൈറ്റിംഗ് തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പോൾ മരിക്കാൻ പറ്റില്ലായിരുന്നു. തുടക്കത്തിൽ 12 എഴുതി ശരിയാകും. മൊത്തത്തിൽ വളരെ ഹാപ്പിയാണ്.